ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാധ്യയെ കുറിച്ചാണ്. ഞങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്ന ഒരു ശീലമുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കും. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര വലുതായിരുന്നു സാധ്യ എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. അഭിനയം അറിയാതെ പൈസത്തേക്ക് ഔപചാരികമായിട്ട് ലോഞ്ച് ചെയ്യപ്പെടുന്നു. ഈ സന്തോഷകരമായിട്ടുള്ള നിമിഷത്തിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ്. ഈ സമയത്ത് ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി നമ്മുടെ വിശിഷ്ട അതിഥിയായി കണ്ടെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ വിജയ് തമ്പി അവരെ ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് ടു സ്പീക്ക് സം വേർഡ്സ്. ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം ഡയറക്ടർ വിജയ് തമ്പി സാർ ഓൺ സ്റ്റേജിൽ ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഒരുപാട് സന്തോഷം. ഈ നിമിഷത്തിൽ അദ്ദേഹം നമുക്ക് നമ്മളോടുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുണ്ട് സിദ്ദിഖ് സാറിനെ കുറിച്ച്, ഈ ഓട്ടോബയോഗ്രഫിയെ കുറിച്ച്. വെൽക്കം സർ. താങ്ക് യു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സിദ്ദിഖിന്റെ സുഹൃത്തുക്കൾക്കും അഭ്യുദയാകാംക്ഷികൾക്കും ഉന്നതമായ നമസ്കാരം. ഏറ്റവും മഹാനായ ഒരു നടനായി ഏത് കഥാപാത്രവും തനിക്ക് ഇണങ്ങും. അത് എന്തായാലും അത് എങ്ങനത്തെ കഥാപാത്രമായാലും തനിക്ക് പറ്റും എന്ന് പല 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 സിനിമകളിലൂടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇന്നും മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമായി സിദ്ദിഖ് നിലകൊള്ളുന്നു. ഇനിയും കാലങ്ങളോളം ആ നിലനിർത്താൻ കഴിയട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും നൽകി സർവേശ്വരൻ സിദ്ദിഖിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ശ്രീ വിജയ് തമ്പി സർ. യെസ്, സിദ്ദിഖ് സർ വേദിയിലേക്ക് എത്തുന്നു. ധന്യമായ നിമിഷങ്ങൾക്ക് സാക്ഷികളാവുന്നു നമ്മൾ. എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റേജിലേക്ക് ഓടിക്കയറിയത്. 6 മണിക്ക് തന്നെ പ്രോഗ്രാം തുടങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ 6 മണിക്ക് എത്താൻ സാധിക്കാതിരുന്നതിൻ്റെ കാരണം എനിക്ക് ഈ പുസ്തകം മമ്മൂക്കനെ കൊണ്ട് പ്രകാശനം ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും എല്ലാ തുടക്കത്തിനും എന്നും എൻ്റെ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ മുതൽ എൻ്റെ കൂടെ ഉള്ള ആളാണ് മമ്മൂക്ക. അപ്പോൾ ഈ പുസ്തകം മമ്മൂക്ക പ്രകാശനം ചെയ്യണമെന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. ഇന്നും മമ്മൂക്ക വരാമെന്ന് സമ്മതിച്ചിരുന്നത് തന്നെയാണ്. പക്ഷേ ഞാൻ മമ്മൂക്കയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് മമ്മൂക്കനെ കൂട്ടിയിട്ട് വരാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ അവിടെ ഷൂട്ടിങ്ങിന് അവിചാരിതമായി വന്ന ചില ഡിലേ കാരണം മമ്മൂക്കക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. 10 മണിയെങ്കിലും ആവും മമ്മൂക്കയുടെ ഷൂട്ടിംഗ് കഴിയാൻ. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി തന്നെയാണ് മമ്മൂക്ക എന്നെ യാത്ര അയച്ചത്. ഞാനപ്പോൾ അവിടെ നിന്ന് വരാൻ കുറച്ച് ഡിലേ ആയി പോയതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയത്. ഇത്രയും സമയം നിങ്ങൾ ബോറടിപ്പിക്കാതെ ഇവിടെ പാട്ടുപാടിയിരുന്ന എല്ലാ ഗായകർക്കും ഗായികമാർക്കും ഒക്കെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ തമ്പി പറഞ്ഞ വാക്കുകൾക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എല്ലാവർക്കും അറിയാം, എൻ്റെ തമ്പിയുടെ ഒരു സിനിമ ജീവിതം തുടങ്ങുന്ന ഏതാണ്ട് ഒരേ സമയത്താണ്. ആദ്യത്തെ സിനിമ മുതൽ ഞാൻ തമ്പിയുടെ കൂടെ ഉണ്ട്. ഒരു 4 or 5 സിനിമകളൊക്കെ കഴിഞ്ഞ സമയത്ത് ഇദ്ദേഹം എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് സമയത്താണ് തമ്പി എൻ്റെ ചെവിയിൽ പറയുന്നത്, ഈ എല്ലാ സിനിമയിലും വേഷത്തിന് എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്താൻ ശ്രമിക്കണം. ഒരു 10 സിനിമയിലെ സ്റ്റില്ലെടുത്ത് നിരത്തി വെച്ചാൽ ഈ 10 സിനിമയും ഏതാണെന്ന് തനിക്ക് കാണിക്കാൻ പറ്റണം. ഇന്ന സിനിമ ഇത് ഞാൻ ഇന്ന സിനിമയിലാണ്, അല്ലാതെ എല്ലാ സിനിമയിലും ഒരുപോലെ ഇരിക്കരുത്. അങ്ങനെ ഒരു മേക്കപ്പിലൊക്കെ ഒരു വ്യത്യാസം വരുത്തണമെന്ന് എനിക്ക് ആദ്യം പറഞ്ഞു തന്നത് തമ്പിയാണ്. എൻ്റെ കഥാപാത്രങ്ങളിൽ മാറ്റം ഉണ്ടാക്കി തന്നത് തമ്പിയാണ്. സത്യമേവ ജയതേ എന്ന് പറയുന്ന സിനിമയാണ് 2000 ഇറങ്ങിയ ആ സിനിമയാണ് എനിക്ക് കരിയറിലൊരു വളർച്ച ഉണ്ടാക്കി തന്നത്. പിന്നീടാണ് പലരും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ എനിക്ക് തരാൻ ധൈര്യപ്പെട്ടത്. അതുവരെ ഈ പൂവാലൻ റോളുകൾ മാത്രം ചെയ്തുകൊണ്ട് നടന്ന് എനിക്ക് ഒരു അഭിനയത്തിന് സാധ്യതയുള്ള കഥാപാത്രങ്ങൾ കിട്ടി തുടങ്ങിയത് തമ്പി സത്യമേവ ജയതേ എന്ന സിനിമ തന്നതിന് ശേഷമാണ്. തനിക്ക് ഏത് വേഷവും ചെയ്യും, തനിക്ക് പല രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ സാധിക്കും. താനിങ്ങനെ കോമഡി മാത്രം ചെയ്ത് നടന്നപ്പോഴോ എന്നൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വിളിച്ച് പറയുന്നതും ഓരോ കഥകളിൽ ഡിസ്കസ് ചെയ്യുന്നതും സിനിമയോടുള്ള എൻ്റെ താല്പര്യം മനസ്സിലാക്കി എന്നെ കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നതൊക്കെ തമ്പിയാണ്. അപ്പോൾ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള സുഹൃത്തുക്കൾ എപ്പോഴും കളിയാക്കി പറയും. ഇപ്പോൾ അമിതാഭ് ബച്ചൻ ബോംബെയിൽ നിന്ന് തമ്പിയെ വിളിച്ചിട്ട് പറയുന്നത്, വിജയ് തമ്പി എൻ്റെ അടുത്ത സിനിമ
തമ്പിയാണ് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് അമിതാഭ് ബച്ചൻ പറഞ്ഞാൽ ഉടനെ തമ്പി ചോദിക്കാൻ പോകുന്നത് അല്ല സിദ്ദിഖിനെ പറ്റിയത് ഏത് റോൾ ഉണ്ടാവും എന്ന് തമ്പി ചോദിക്കും എന്ന് പറയും. അപ്പം അങ്ങനെ ഞാനെന്ന നടൻ വളർന്നു വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സംവിധായകനാണ്. എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സംവിധായകനാണ്. എന്ത് കാര്യത്തിനും ഇപ്പോഴും കുടുംബപരമായിട്ട് ഞങ്ങൾ അടുപ്പമുണ്ട്. ഞാനെന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് തമ്പിയോട് ആലോചിക്കും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പം എൻ്റെ ഒരു വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു സംവിധായകനാണ്. തമ്പിയുടെ സിനിമ മാത്രം എടുത്ത് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കരിയറിലുണ്ടായ ഒരു വ്യത്യാസം. അപ്പം ഞാൻ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിട്ടുള്ളതാണ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇങ്ങനൊരു സന്ദർഭത്തിൽ തമ്പി വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. നല്ല വാക്കുകൾ സംസാരിച്ചു. താങ്ക് യു സോ മച്ച് സാർ. ഇനി ഞാൻ സാറിന്റെ പ്രസൻസിൽ തന്നെ മലയാള സിനിമയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത നമ്മളുടെ സ്വന്തം പ്രതിഭ ശ്രീ ഹരിശ്രീ അശോകൻ സാറിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ഒരു ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഒരു മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. യെസ്, പ്ലീസ് വെൽക്കം സാർ, വെൽക്കം ഓൺ സ്റ്റേജ്. സിദ്ദിഖിന്റെ ഒരു ആത്മകഥ കൂടി പുസ്തക പ്രകാശനം ചെയ്യുന്ന ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാനും ഒരു നന്ദി പറയുകയാണ്. കാരണം സിദ്ദിഖിനെ ഒരു സഹപ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട്, പല അഡ്വൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട്. സിദ്ദിഖ് നടനെന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത്. ഒരു സുഹൃത്ത്, നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി, കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സിദ്ദിഖ്. മദ്രാസിൽ ഞങ്ങളൊരു രഞ്ജിൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു. പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടീസാണ്. അവരാരാണെന്ന് പോലും നോക്കാതെ അതിന് അപ്പം തന്നെ മറുപടി കൊടുത്തു. അതിൽ ലേഡിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു മറവെക്കുന്ന ആളല്ല, അപ്പോൾ തന്നെ അതിന് മറുപടി കൊടുത്തു. കാരണം അതിനെ കറക്റ്റ് മറുപടിയാണ് കൊടുത്തത്. പക്ഷെ അവർ വിചാരിച്ചില്ല അങ്ങനെ ഒരു മറുപടി കിട്ടുന്നു. അപ്പം ഞാനും സിദ്ദിഖിനെ നോക്കി, അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല. കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു വ്യക്തിയാണ് സിദ്ദിഖ്. അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ്. അത് കോമഡി ആണെങ്കിലും ഇമോഷണൽ സെന്റിമെന്റ്സ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാന്നറിയാം, പാട്ട് പാടാന്നറിയാം ഗംഭീരമായിട്ട്. ഇതിനേക്കാളെല്ലാം ഉപരി കഥ പറയാനറിയാവുന്നതാണ്. നല്ല തമാശ കഥകൾ പറയാനറിയാം. തമാശ കഥ പറയാൻ തന്നെ ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല. അഭിനയിക്കാൻ പറ്റും, പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു കഥ എങ്ങനെ പറയണം, അത് എവിടെ ഏതെല്ലാം വാക്ക് ഉപയോഗിച്ച് ഏത് റൂട്ടിൽ പിടി കൊണ്ടുപോകണം, അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. സിദ്ദിഖിലൂടെ ഞാൻ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ. ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും, അശോക അത് അവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടാലോ എന്നിട്ട്. അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പോൾ ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ സിദ്ദിഖിനെ നോക്കും. അപ്പം സിദ്ദിഖ് തലമുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയും. അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം ലാലിൻ്റെ മോനൊക്കെ സൊസൈറ്റി ആയിട്ടുള്ള ഗോസ്റ്റ് ഹൗസ് ചെയ്തു. അതിലെന്നോട് ഞാനിങ്ങനെ ചായക്കടക്കാരനാണ്, അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഇവിടെ ഇങ്ങനെ ചൊറിഞ്ഞോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര യൂഷ്വലാവും അത് കാണാൻ. അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം. ഒരു എക്സ്പീരിയൻസ് ആണ് അത്. അതുപോലെ തന്നെയാണ് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ പെരുമാറൊക്കെ. പിന്നെ 40 വർഷമായി സിദ്ദിഖ് ഇപ്പോഴും ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ സിദ്ദിഖ് നിൽക്കുന്നത്. വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഇതുപോലൊരു നടനെ ഇല്ലെന്നില്ല, അതിൽ ഒന്നാം സ്ഥാനത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ചടങ്ങിൽ എനിക്കും പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതിൽ എല്ലാവരോടും നന്ദി പറയുന്നു. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം സിദ്ദിഖ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി. അശോകനെ പറ്റി എനിക്കും ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിദ്ദിഖിൻ്റെ എല്ലാവരുടെയും കൂടെയൊക്കെ അശോകൻ്റെ മിമിക്രി കേട്ട് പൊതിച്ചിട്ടുള്ള ആളാണ്. ഞാൻ അശോകനൊക്കെ മിമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിക്രി കണ്ടിട്ടുണ്ട്. അന്നൊക്കെ
അശോകൻ്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട്. പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ്. അപ്പോൾ ഒരു ദിവസം അശോകൻ നമ്മൾ പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. അശോകൻ ഫാമിലി കൂടെ നമ്മളിങ്ങനെ അശോകൻ ഫാമിലി കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരിക. അപ്പം നല്ല മഴയുണ്ട്. മഴയത്തെ കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോട്ടിൽ കിടന്നിട്ട് രണ്ടുപേരും ഭയങ്കര അടി കൂടുന്നു. നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ. അപ്പോൾ അശോകൻ കാലെടുത്തിട്ട് ചോദിച്ചു, എന്താണ് അവിടെ കിടന്ന് രണ്ടുപേരും ഇടിക്കുന്നത്? അപ്പം നമ്മുടെ അർജുന അശോകൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രിയങ്കരായ നടൻ അർജുന അശോകൻ, അശോകൻ്റെ ചെവിയിൽ ഇന്ന് പത്രത്തിലുണ്ടായിരുന്നല്ലോ ഇടിയോടുകൂടി മഴ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ തമ്മിൽ എപ്പോഴും പങ്കുവെക്കാറുണ്ട്. കുടുംബപരമായിട്ട് നല്ല അടുപ്പമാണ്. അപ്പോൾ എല്ലാവരും തമ്മിൽ വളരെ സ്നേഹത്തോടെ പോകുന്നു. അശോകനുമായിട്ട് വളരെ ദീർഘകാലത്ത് സുഹൃത്ത് ബന്ധമുണ്ട്. ഈ ചടങ്ങിന് വന്നതിന് ഒരുപാട് നന്ദി അശോകൻ. Thank you so much, Ashwin sir, for coming. ഗംഭീരമായിട്ടുള്ള ഈ ദിവസത്തിന്റെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. താങ്ക് യു. ഓൾറൈറ്റ്, അപ്പൊ ഇനി ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പോകുന്ന സിദ്ദിഖയ്ക്ക് ഏറെ പ്രിയപ്പെട്ട നടൻ ശ്രീ ജയൻ ചേർത്തല അവരിലാണ്. സ്നേഹപൂർവ്വം അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗംഭീര കൈയടി കൊടുത്തുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു വെൽക്കം മിസ്റ്റർ ജയൻ ചേർത്തല ഓൺ സ്റ്റേജിൽ. ജയൻ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. സംഘടന രൂപപ്പെട്ടതിന് ശേഷം ഈ പുതിയ കമ്മിറ്റി ചാർജെടുത്തതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സംഘടന കൂടുതൽ വളർച്ചയിലേക്ക് എത്താനൊക്കെ ജയൻ്റെ നല്ല നല്ല നിർദ്ദേശങ്ങളുണ്ടായിട്ടുണ്ട്. ജയൻ മികച്ച നടനാണ്, മികച്ച ഒരു ഗായകനാണ്, നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, സംഘാടകനാണ്. അപ്പം ഇങ്ങനെ ഒരു സുഹൃത്തിനെ കൂടെ കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ജയൻ. എല്ലാവർക്കും നമസ്കാരം. സിദ്ദിഖേട്ടൻ എഴുതും എന്നുള്ളത് സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു. അതൊരു പുതിയ അറിവാണ് എന്നിവിടെ വന്നത്. ആയിട്ടിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിലും അദ്ദേഹത്തിന് യോജിക്കുന്ന അഭിനയം അറിയാതെ. കാരണം നമ്മൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അഭിനയിക്കുന്നത് ഒരിക്കലും ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടുകൊണ്ടിരിക്കുന്നവൻ അറിയാൻ പാടില്ല. ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം. നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അതിൻ്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യണം, ഒരിക്കലും അഭിനയമായിട്ട് ഫീൽ ചെയ്യരുത്. സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാരാണ്. ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത്, അഭിനയമല്ല തോന്നിയിട്ടുള്ള കുറച്ച് വളരെ അപൂർവ നടന്മാരിൽ ഒരാളാണ് സിദ്ദിഖ്. അതുകൊണ്ട് തന്നെ ആ ബുക്കിന്റെ പേര് അതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഇട്ടാലും അദ്ദേഹത്തിനെ കുറിച്ചൊരു പ്രതിഭയ്ക്ക് യോജിക്കില്ല. അതിന് വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ചു വന്ന അസിസ്റ്റന്റ് ഡയറക്ടറായി, അങ്ങനെ ഡബിങ് ആർട്ടിസ്റ്റായി അങ്ങനെ വന്ന ഒരാളാണ്. അപ്പം ഞാൻ പണ്ട് സിദ്ദിഖിനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ബെൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിങ് നടക്കുന്ന സമയത്താണ്. അന്ന് സിദ്ദിഖിനൊക്കെ താരമായിട്ട് നിൽക്കുന്നതായതുകൊണ്ട് ഞാൻ കൂടുതലും മിണ്ടാനൊന്നും വന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ തമ്പിച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിൽ ഞാൻ അഭിനയിക്കാൻ, എനിക്ക് ഒരു സീൻ അഭിനയിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് സിദ്ദിഖേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ, പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ. സത്യം പറഞ്ഞാൽ ഇന്നും നമ്മൾ അഭിനയിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നതല്ല സിദ്ദിഖേട്ട. കാര്യം എന്ന് വെച്ചാൽ എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു, ഒരു പേജ് ആവട്ടെ 1.5 പേജ് ആവട്ടെ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടുള്ള എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ദിഖേട്ടനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത്, സിദ്ദിഖേട്ടൻ ഉറപ്പ് കാണില്ല, തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യുക തിരുവനന്തപുരത്ത്. ഞാൻ സിദ്ദിഖേട്ടൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാർ ഫ്രീ ആണോ? സിദ്ദിഖേട്ടൻ എന്താണ് പറയും, ഞാൻ ഈ ഡയലോഗുകൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പഠിക്കുന്നത്. അപ്പം സിദ്ദിഖേട്ടനോട് ചോദിച്ചു ഏത് ഡയലോഗാ ജയന് പ്രസന്റ്, പേരും ചോദിച്ചു ജയനാണെന്നോ. അത് ആച്ചിങ്ങനെ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, നമ്മളൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എന്താണ്, ഇതെന്തിനാണ് ഈ സീൻ, ഇതില് ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിന്റെ ഫ്ലോ. ഇപ്പൊ അത് എഴുതി വരുന്നത് ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുന്നതിനൊരു കവിത ഉണ്ടാവും, ആ കവിത നിന്നെ കുറിച്ചായിരിക്കും. ഇതാണ് ഇത് മനസ്സിൽ ഹൃദയസ്ഥമാക്കണം. ഞാനൊരു പേന എടുക്കാം, ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം, ആ വരി എഴുതുമ്പോൾ അത് നിന്നെ കുറിച്ചുള്ളതായിരിക്കും, അതിൽ എന്റെ പ്രണയം ഉണ്ടായിരിക്കും, എന്റെ സ്നേഹം ഉണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ പതിഞ്ഞാൽ നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പോൾ ഇനി 1 പേജല്ല 10 പേജായാലും ഈ ഡയലോഗ് ഓർഡറിൽ കടകടാന്ന് കൃത്യമായിട്ട് പുറത്തുവരും. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു വസ്തുതയാണ്. പക്ഷെ ഇന്നും സത്യം പറയാം, ഞാൻ അതിന് ഇന്ന് വരെ പ്രോബ്ലം എടുത്തിട്ടില്ല. ഞാൻ സീരിയൽ അഭിനയിക്കുന്നതായിരുന്നു, ഞാൻ മനസ്സുകൊണ്ട് ഒരു ഡയലോഗ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു മഹത്വം. അപ്പം ഇത് അറിഞ്ഞോ അറിയാതെ
നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ടവരെ അറിഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്ട്, ഇട്ടിട്ട് പോകുന്ന നാഴികക്കല്ലുകൾ ഓരോ സമയത്തും നമുക്കത് പുറത്ത് പറയാൻ ഉള്ള അവസരങ്ങൾ വരുമായാലും എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. സിദ്ദിഖേട്ടന് എഴുതാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എല്ലാ ആശംസകളും. ജയൻ പറഞ്ഞ കാര്യം ഞാനിങ്ങനെ ജയനോട് പറഞ്ഞത് ശരിയാണ്. ഇതൊക്കെ പക്ഷേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമൊന്നുമല്ല. ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടന്മാർ എനിക്കും ഇതുപോലെ പറഞ്ഞു തന്നു, അവരും കാണിച്ചു തന്ന വഴികളിലൂടെ. നമ്മളെങ്ങനെയാണല്ലോ മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും. അപ്പോൾ കൂട്ടത്തിൽ അതുപോലെ ആ വഴികളിലൂടെ മറ്റുള്ളവരും വരും. അങ്ങനെ ഈ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ്. പുതുതായിട്ട് ചെറിയ റോള് ചെയ്യാൻ വരുന്ന എന്നെ പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യാണ് ചെയ്യുക. അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നല്ലേ അയാളോട് മാറ്റി നിർത്തുക, ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല. എല്ലാവരും വളരെ വെൽക്കം ചെയ്യും. സിനിമ എപ്പോഴും അങ്ങനെയാണ്, പുതിയ ആളുകളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത്. അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും ഇപ്പം അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരെ വഴി നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ജനോട് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിന് പ്രത്യേകിച്ച് എനിക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ്. താങ്ക് യു ജയൻ, താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു സോ മച്ച് ശ്രീ ജയൻ ചേർത്തല. ഗംഭീരമായിട്ടുള്ള ഈ ദിവസത്തിന്റെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു എത്തിച്ചേർന്നതിന് എല്ലാവിധ സ്നേഹവും അറിയിക്കുകയാണ് അദ്ദേഹത്തോടുള്ള. ഇനി ഞാൻ ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കലാഭവൻ റഹ്മാൻ സാറിനെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സിദ്ദിഖ് സാറിനെ കുറിച്ച് സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയെ കുറിച്ച് ഒരുപാട് മെമ്മറീസ് സിദ്ദിഖ് സാറിനെ കുറിച്ച് പറയാനായിട്ടുണ്ട്. ഏറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി വെൽക്കം ചെയ്യുകയാണ്. പ്ലീസ് വെൽക്കം ഓൺ സ്റ്റേജ്. പ്രിയപ്പെട്ടവരെ, വലിയ സന്തോഷമുണ്ട് സിദ്ദിഖിൻ്റെ ഈ പരിപാടിയിൽ നിൽക്കുമ്പോൾ. എല്ലാവരും പറഞ്ഞ് കടന്നുപോയി, അതൊക്കെ തന്നെ എനിക്ക് പറയാനുണ്ട്. സിദ്ദിഖായിട്ടുള്ള ഒരു പരിചയം 10-40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണ്. ഇന്നെൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കാര്യം, നമ്മൾ വിറ്റ്നസ് എന്ന സിനിമ വിജിത് അമിസാറിൻ്റെ നമ്മളൊരു മുറിയിലായിരുന്നു. അന്ന് സിദ്ദിഖ് പറഞ്ഞൊരു സംഭവം ഞാൻ ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് നടക്കുന്ന പൊളിഞ്ഞിരിക്കുന്ന സമയമുള്ളത് സിദ്ദിഖിൻ്റെ അടുത്ത് ചോദിച്ചോടാ എനിക്ക് പറ്റിയൊരു ബിസിനസ് എന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ സിദ്ദിഖ്, നിനക്ക് പറ്റിയ നിന്റെ രൂപമൊക്കെ വെച്ചിട്ടുള്ളൊരു ബിസിനസ് തീപ്പെട്ടി കമ്പനിയാണ്. ഇന്നും അറിയില്ല ഇതിനെങ്ങനെ പറഞ്ഞത്. സിദ്ദിഖ് എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ബസവനും ജയനൊക്കെ പറഞ്ഞ് കടന്നുപോയി. കാരണം ചെറിയ വേഷങ്ങളിലൂടെ വന്ന സിദ്ദിഖ് എന്ന മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ്, നമുക്കറിയാം. ഞാൻ ഇന്നലെ കണ്ട നുണക്കുഴിയിലും സിദ്ദിഖിനെ അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ദിഖ് ആ ക്യാരക്ടറോട് ചെയ്തത്. ത്രൂ ഔട്ട് വെള്ളോട് ചേർക്കണ ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് നിരവധി കഥാപാത്രങ്ങൾ. എന്തായാലും ഒരു പുസ്തകം നമ്മുടെ പറ്റിൽ ഒരു കലാകാരനായ വ്യക്തിയായാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അത് നമ്മൾ ജീവിച്ച് ഇരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, വലിയൊരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ പേര് തന്നെ ഞെട്ടിച്ചു. കാരണം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദിഖിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഭിനയം അറിയാതെ. അതൊരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ വളരെ ഫ്രീ ആയിട്ട് ഉള്ളതാണ് സിദ്ദിഖ്. സിദ്ദിഖിന് എനിക്ക് വേറൊരു കാര്യം കൂടെ, ഞാൻ പരോടെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ദിഖും കൂടെയുള്ള സീനാണ്. അപ്പോൾ സിദ്ദിഖും മമ്മൂക്കയും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി പിടിക്കുന്ന ഒരു ഷോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് ഷോട്ടിൽ ഞാനങ്ങോട്ട് നടന്നങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ ആണോ അല്ലെന്നൊന്നും അറിയില്ല. അപ്പം കുറെ കഴിഞ്ഞപ്പോൾ ഒരാളെന്ന് തോന്നി സിദ്ദിഖ് വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ മമ്മൂക്കയുടെ മുന്നിൽ വെച്ചിട്ട് എന്നാണ് അസലാണ് ഗംഭീരം. ശരിക്കും പറഞ്ഞാൽ ഞാൻ മജീദിക്കടുത്ത് പറഞ്ഞത് കാരണം എനിക്കൊരു അവാർഡിന് തുല്യമായിട്ട് തോന്നി. കാരണം മമ്മൂക്കയുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് അത് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് എന്നും ഓർക്കുന്ന ഒരു നിമിഷമാണ്. എന്തായാലും സിദ്ദിഖിൻ്റെ ഈ പുസ്തകം ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു. ഇനിയും ഒരുപാട് ഉയർച്ചയിലൂടെ തന്നെ സിദ്ദിഖിൻ്റെ കരിയർ പോട്ടെ. എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. ദിവസത്തിൽ ഈ വലിയ സന്തോഷങ്ങളുടെ ഭാഗമായതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നതിന് എല്ലാ പ്രിയപ്പെട്ടവരോടും മനസ്സ് നിറഞ്ഞ ഉള്ളു നിറഞ്ഞ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. അറിയാം
400ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നടൻ ഇപ്പോഴും അഭിനയത്തെ അധൈര്യത്തോടെ സമീപിക്കുന്നു. ചെറിയ വേഷം ഞാൻ വിവാഹം തീരുമാനിച്ചു സാർ. ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ ഒതുങ്ങിക്കൂടാം. അത് പറയാൻ ഞാൻ പല രൂപത്തിലും പല ഭാവത്തിലും സിദ്ദിഖ് നിറഞ്ഞു നിൽക്കുന്നു. പണ്ഡിതനായും പാമരനായും പോലീസായും പ്രൗഢിയായും ഭ്രാന്തനായും ഡോക്ടറായുമെല്ലാം സിദ്ദിഖ് പരകായ സിദ്ധി വരുത്തുന്നു. പ്പെട്ടവരെയൊക്കെ അദ്ദേഹം തന്നെയാണ് പേര് വിളിച്ചുകൊണ്ട് ഈ ഒരു ബുക്ക് ലോഞ്ചിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാനായിട്ട് വന്നത്. യെസ് സർ. നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് പുസ്തകം പ്രകാശനം ചെയ്യാം. കാരണം എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളിവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഒരാൾ പോലും മാറി നിൽക്കുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരായിട്ട് വേദിയിൽ ക്ഷണിക്കാം. ശ്രീ വിജി തമ്പി, ജയൻ ചേർത്തല, ബിനു മോഹൻ, വിദ്യ ബിനു മോഹൻ, കലാഭവൻ റഹ്മാൻ, എസ് സി അശോകൻ, ബ്രഹൻകുട്ടി, എൻ്റെ സഹോദരൻ മജീദക്ക, കിരൺ രാജ്, എല്ലാവരും വേദിയിലേക്ക് വരണം. നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ട് എൻ്റെ മാന്യ സുഹൃത്ത് സിദ്ദിഖ് അഹമ്മദിന് ഈ പുസ്തകം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത്. സിദ്ദിഖ് പ്ലീസ്. യെസ്, സിദ്ദിഖയുടെ പ്രിയപ്പെട്ടവരൊക്കെ നമ്മളുടെ കൂടെ വേദിയിലുണ്ട്. പുസ്തകം എത്തിക്കുന്നുണ്ട് എന്നുള്ള വലിയ സന്തോഷം കൂടി അറിയിക്കുകയാണ്. ഇറ മോട്ടോഴ്സ് ചെയർമാൻ അദ്ദേഹത്തിലൂടെ ഈ ബുക്കുകൾ ഇനി എല്ലാവരിലേക്കും എത്തുകയാണ് വളരെ പെട്ടെന്ന് തന്നെ, അടുത്ത ദിവസങ്ങളിൽ തന്നെ എന്നുള്ള സന്തോഷം കൂടി നിങ്ങളുമായിട്ട് പങ്കുവെക്കട്ടെ. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരുപാട് മെമ്മറീസ് അടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അഭിനയം അറിയാതെ ബൈ സിദ്ദിഖ് ഔപചാരികമായി ലോഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറെ സ്നേഹവും സന്തോഷവും പ്രിയപ്പെട്ടവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഈ ഒരു മുഹൂർത്തത്തിൽ. ധന്യമായിട്ടുള്ള നിമിഷങ്ങളുടെ ഭാഗമാകുന്നു നമ്മളെല്ലാവരും തന്നെ. ഏറെ സന്തോഷം, ഏറെ അഭിമാനം. I would like to welcome കൈരളി TMTയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിട്ടുള്ള ഹുമയൂൺ കല്ലിയ കവറുകളെ ഏറെ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. Let me invite മജീദക്കാരെ ഞാൻ സ്നേഹത്തോടുകൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എനിക്കൊരു സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. ഇക്ക എന്നെക്കാൾ ഒരുപാട് വയസ്സിന് മൂത്തതാണ്. ശരിക്കും പറഞ്ഞാൽ ഇക്കയാണ് എനിക്ക് ഈ സിനിമയിലേക്കുള്ളൊരു സ്പാർക്ക് ഇട്ട് തരുന്നത്. സിനിമ എന്നൊരു താല്പര്യം എനിക്ക് ജനിക്കുന്നത് ഇക്ക കാരണമാണ്. ഇക്ക മുമ്പ് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമ മാസികകളിലൂടെയാണ് ഞാൻ സിനിമ എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നത്. നടന്മാർ ആരൊക്കെയാണ്, ഇവർ ഏതൊക്കെ സിനിമകളാണ് എടുത്തിട്ടുള്ളത്, ഇതിൻ്റെ നിർമ്മാതാക്കൾ ആരൊക്കെയാണ് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഇക്ക പണ്ട് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവരുന്ന സിനിമ മാസികകളിൽ നിന്നാണ്. ഇന്നും സിനിമാ സെറ്റുകളിൽ ഇരുന്നിട്ട് നമുക്കൊക്കെ സിനിമയുടെ ചരിത്രത്തെപ്പറ്റി പറയുമ്പോൾ പലതും എനിക്കും അതിൽ കൂടെ സംസാരിക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ഈ മാസികകളിലൊക്കെ വായിച്ചത് എൻ്റെ സിനിമാ താല്പര്യം കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും അത്രയും സിനിമയുടെ ഒരു ചരിത്രത്തെ പറ്റിയൊക്കെ പറയാൻ സാധിക്കുന്നത്, അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തുടക്കം കുറിച്ചത് ഇക്കയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇക്ക എന്നെക്കാൾ മുമ്പ് സിനിമയിൽ വരുന്നതാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ എനിക്കാണ് ആദ്യം സിനിമയിലേക്ക് വരാനുള്ള എൻട്രി കിട്ടിയത്. അതിനുശേഷമാണ് ഇക്കയും സിനിമയിൽ വന്ന് നിരവധി കഥാപാത്രങ്ങൾ അഭിനയിക്കാൻ സാധിച്ചു. ഇന്നും സിനിമയിൽ തന്നെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. ഇനി ഒരാളെ കൂടി വേദിയിലേക്ക് വിളിക്കാനുള്ള എൻ്റെ മകനാണ്.
എൻ്റെ മോൻ ഷഹീൻ, അവനെ ഞാൻ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിനിമയ്ക്ക് നേരത്തെ വഴികാട്ടി മുൻഗാമിയായിരിക്കും എൻ്റെ മകൻ എൻ്റെ പിൻഗാമിയായി സിനിമയിലേക്ക് വന്നതാണ്. ഞാൻ അഭിനയിക്കുന്നത് കണ്ടിട്ടോ എന്തോ സിനിമയോട് തന്നെ താല്പര്യം തോന്നി. സിനിമ തന്നെ മതി, സിനിമ തന്നെയാണ് എൻ്റെ മാർഗം എന്ന് പറഞ്ഞിട്ട് സിനിമയിലേക്ക് വന്ന ആളാണ് ഷഹീൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോട് ഈ വേദിയിൽ വരേണ്ടതാണ്. പക്ഷെ അവൻ കുറച്ച് നാൾ മുമ്പ് ഞങ്ങളൊക്കെ വിട്ടിട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖമുണ്ടായ ഒരു ദിവസമായിരുന്നു. അതല്ലെങ്കിൽ ഇന്നീ വേദിയിൽ എൻ്റെ ആ മോനും ഉണ്ടാവേണ്ടതാണ്. അതിനുള്ള ഭാഗ്യം എനിക്ക് ഇല്ലാതെ പോയി. ഇനിയുള്ളത് എൻ്റെ ഭാര്യയും മോളുമാണ്. അവരിന്ന് വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ എവിടെയോ എല്ലാം പായി പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ എത്തിയിട്ടില്ല. എത്തിയിട്ട് അവിടെ സദസ്സിൽ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് വരണം. വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതാണ് ഞങ്ങളൊരു കുടുംബം. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാനിക്കനെയും മുനെയും വേദിയിൽ ക്ഷണിക്കേണ്ട 2 വാക്ക് സംസാരിക്കാം. എൻ്റെ പേര് മജീദ്. ഞാൻ ഒന്നും കൂടെ ഓർപ്പിച്ച് പറയുന്നു മജീദ്. കാരണം എല്ലാവരും എന്നെ സിദ്ദിഖിൻ്റെക്ക എന്നാ പറയുന്നത്. എൻ്റെ പേര് പലർക്കും അറിയില്ല. പലരും ചോദിക്കാറുണ്ട് സിദ്ദിഖിൻ്റെക്ക അല്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ പേര് മറന്നുപോയിട്ടാണ് പറയും. ഞാൻ പേര് ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു അഡ്രസ്സ് എനിക്കുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം സിദ്ദിഖ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ സൗദി അറേബ്യയിൽ വെച്ച് എന്നോട് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റവും നല്ലത് നിന്നെ ഞാൻ അതിൽ പ്രതീക്ഷിച്ചിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് സാധിച്ചല്ലോ എന്നോർത്ത് ഞാൻ അഭിമാനിക്കുകയാണ്. എൻ്റെ ഉപ്പായോടും മറ്റുമൊക്കെ ഞാനത് വിവരിക്കുകയാണ് ചെയ്തത്. നല്ല രംഗമാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല. എന്നാലും വലിയൊരു സന്തോഷം ആദ്യമില്ല ഇരുന്നുവെങ്കിലും പിന്നീട് ഇപ്പം അതിന് സമ്മതം മൂളി ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാ അനുവാദങ്ങളോടും കൂടിയാണ് സിദ്ദിഖ് സിനിമയിൽ വന്നത്. സിദ്ദിഖിൻ്റെ പണ്ട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വിശേഷാപ്രതിയൊക്കെ വരുമ്പോൾ പറഞ്ഞു കൊടുക്കും. അതിൽ ആളുകളുടെ ഫോട്ടോയിലൊന്ന് സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. കാരണം വലിയ പ്രശസ്തരായ ആളുകൾ പിന്നീട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു വിദ്യ അതാണ്. എഴുത്തുകാർ, കവികളൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അവൻ്റെ ഫേസ്ബുക്ക് മാസികയിൽ സിദ്ദിഖ് എഴുതിയ മുഖപ്രസംഗങ്ങൾ എനിക്ക് ഇഷ്ടമാണ്. നല്ല കൈയക്ഷരമാണ്. അതിന് അവനെ പ്രേരിപ്പിച്ചത് ഞങ്ങളുടെ പിതാവാണ്. നല്ല കൈയക്ഷരത്തോടുകൂടി എഴുതാൻ പഠിപ്പിച്ചതും. അതുപോലെ ഈ പുസ്തകത്തിന് ഒരു നല്ല ശൈലിയുണ്ട്. ഞാൻ വായിച്ച പുസ്തകമാണ്. നല്ല ഓർമ്മയുണ്ട്. ഓരോ കാര്യങ്ങളും ഓർമ്മിച്ചെഴുതിയിട്ടുണ്ട്. പിന്നെ എന്നെ ആകർഷിച്ചത് സമാഗമം എന്ന് പറയുന്ന ഒരു ഇൻ്റർവ്യൂ പരിപാടി. സാധാരണ ഇൻ്റർവ്യൂ ചെയ്യുന്നവരൊക്കെ ഒരുപാട് സംസാരിക്കും. ഇത് കുറച്ച് സംസാരിച്ചുകൊണ്ട് മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇൻ്റർവ്യൂ രീതി ആദ്യമായി കണ്ടത് സമാഗമത്തിലൂടെ. എൻ്റെ അനുജനാണെന്ന് കരുതി ഉള്ളത് കുറക്കാനും പറ്റില്ല, ഇല്ലാത്തത് കൂട്ടാനും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ സത്യമാണ് പറയുന്നത്, മറ്റൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഈ ഒരു വേദിയിൽ ഇങ്ങനെ വരാനും എല്ലാവരെയും കാണാനും കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. സിദ്ദിഖിന്റെ ജ്യേഷ്ഠനിൽ നിന്ന് ചോദിക്കുന്നത് അതെൻ്റെ ഒരു പ്രതികാരമാണ്. കാരണം ഞാൻ സിനിമയിൽ വരുന്നത് വരെ ഞാൻ അറിയപ്പെട്ടിരുന്നത് മജീദിന്റെ അനിയനല്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് കാലം ആളുകൾ വിളിച്ചിരുന്നത് മജീദിന്റെ അനിയനല്ലേ എന്നാണ്. അപ്പോൾ അതിനൊന്നും ഞാൻ പകരം കിട്ടിയതായിട്ട് കണക്കാക്കിയത്. എൻ്റെ മകൻ ഷഹീൻ എന്താണ് സംസാരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഈ ബുക്ക് വാപ്ഷിയുടെ ബുക്ക് ഞാൻ വായിച്ചതാണ്. ലാസ്റ്റ് ചാപ്റ്റേഴ്സിലൊന്ന് എൻ്റെ ബ്രദറിനെ കുറിച്ചാണ്, ഞങ്ങളുടെ സാബിയെ കുറിച്ചാണ്. നിങ്ങൾ എത്ര പേര് ഇങ്ങനൊരു ബുക്ക് വായിക്കുന്ന ഒരു ശീലമെന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ആ ഒരു ചാപ്റ്റർ വായിക്കണം. അത് വായിക്കുമ്പോൾ മനസ്സിലാവും എത്ര വലുതായിരുന്നു സാബി എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു. രണ്ടു വാക്കിനെ പറ്റി സംസാരിക്കുന്നു. ഞാൻ സിനിമയിൽ വന്ന് ഏറ്റവും ആദ്യം പരിചയപ്പെട്ടത് മമ്മൂക്കയാണ്. എല്ലാവർക്കും അറിയാം. നമുക്ക് ആദ്യം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ മമ്മൂക്ക എപ്പോൾ വരും എന്ന് കാത്തു നിൽക്കുന്ന സമയത്താണ് നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് മുട്ടത്തിലേക്ക് അടിച്ചിട്ട് നമുക്ക് മുട്ടത്തിലേക്ക് ആയിട്ടിങ്ങനെ കാറിൽ വന്നിറങ്ങി. അപ്പോൾ എന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തും എന്നൊക്കെയാണ് വിചാരിച്ചുകൊണ്ട് നിന്നത്. പക്ഷെ മമ്മൂക്ക ഇറങ്ങിയോടെങ്കിലും നമുക്ക് നോക്കിയിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് സംവിധാനങ്ങളോട് ചോദിച്ചു, ഇതാണോ ഈ സിദ്ദിഖ്?
വീണ്ടും തന്നെ പറഞ്ഞു അതെ. അങ്ങനെ എന്നെ നോക്കിയിട്ട് വാ എന്ന് പറഞ്ഞ് വിളിച്ചു. അന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇന്നേ വരെ പോന്ന് പറഞ്ഞിട്ടില്ല. ഇന്നും ഞാൻ മമ്മൂക്കയുടെ ഒപ്പമുണ്ട്. ഇന്നും നമുക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. മമ്മൂക്ക വഴിയാണ് ഞാൻ സിനിമാ മേഖലയിൽ പലരെയും പരിചയപ്പെടുന്നത്. അപ്പോൾ ഞാൻ മമ്മൂക്കയായിട്ടുള്ള എൻ്റെ ഒരു അടുത്ത സുഹൃത്തുബന്ധം സിനിമാ മേഖലയിൽ തന്നെ എനിക്ക് ഒരുപാട് സഹായകരമായിട്ടുണ്ട്. മമ്മൂക്കയായിട്ട് അത്ര അടുത്ത് ബന്ധം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് പല സംവിധായകരും ഞാൻ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് ഇറങ്ങി പോകാൻ പറയാതിരുന്നിട്ടുള്ളത്. നമുക്ക് എൻ്റെ സിനിമയിലെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ചിട്ടുള്ളതാണ്. ആ തുടക്കാലത്ത് തന്നെയാണ് ഞാൻ ഇബ്രാഹിം പരിചയപ്പെടുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇബ്രാഹിം സെക്രട്ടറി ഞാനൊക്കെ മമ്മൂക്കയുടെ സഹോദരികളായിട്ട് തന്നെയാണ് ഇന്നും കൂടി ഉണ്ടായിരുന്നത്. ഇബ്രാഹിം യഥാർത്ഥത്തിൽ എൻ്റെ സഹോദരൻ തന്നെയാണ്. ഈ ചടങ്ങിൽ വന്നതിന് ഒരുപാട് സന്തോഷം. ഇബ്രാഹിം പറയാനുള്ളത് താങ്ക് യു. സ്ത്രീക പറഞ്ഞതുപോലെ ഞങ്ങൾ തമ്മിൽ കുടുംബപരമായ ഒരു കെമിസ്ട്രി ഉണ്ട്. ഞാൻ അഭിനയത്തിൻ്റെ കഥയൊന്നും പറയാനില്ല. എന്നാലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് മൂപ്പൻ്റെ കൂടെ. സ്ത്രീ എന്ന് പറയുന്ന സീരിയൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയം അറിയാത്ത സിദ്ദീഖ് 40 വർഷം കൊണ്ട് ഇത്രയും പ്രഗത്ഭമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചെങ്കിൽ അഭിനയം കുറച്ച് അറിയാമായിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും എന്നായിരിക്കും. നല്ല വായനക്കാരന് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും. നന്നായി സംസാരിക്കുന്നതായിട്ട് നന്നായിട്ട് എഴുതാനും കഴിയും. സിദ്ദീഖ് നന്നായി സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളൊക്കെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട്. മാത്രമല്ല എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ളത് ജയം പറഞ്ഞതുപോലെ അദ്ദേഹം പെട്ടെന്ന് സ്ക്രിപ്റ്റ് കാണാതെ പഠിച്ചിട്ട് പറയുമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ളൊരു വിഷയമാണ്. നമ്മൾ സ്ക്രീനിൽ നിൽക്കുമ്പോൾ ഒരു പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ആ ഡയലോഗ് പറയാൻ സാധിച്ചാൽ നമുക്ക് നമ്മുടെ എമോഷൻസും എല്ലാം കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കാനും മാത്രമല്ല ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ടിട്ട് ഡയലോഗ് പറയാനൊക്കെ സാധിക്കും. എല്ലാവരും അത് ഡയലോഗ് കാണാതെ പഠിക്കാൻ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതൊരു നല്ല ശീലമാണ്. അത് ഞാനൊരു വലിയ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഏതായാലും ഇത്രയും കാലം സിദ്ദീഖിൻ്റെ അഭിനയം നമ്മൾ കണ്ടു. ഞാൻ സിദ്ദീഖിൻ്റെ എഴുത്തും കൂടി നമുക്ക് ആസ്വദിക്കാം. നന്നായിട്ട് എഴുതും, പിന്നെ കഴിയും, നന്നായി സംസാരിക്കും, നല്ല പദസമ്പത്ത് മനസ്സിലുള്ള ആളാണ്. എൻ്റെ ആശംസകൾ ആയിരം സൂക്ഷിച്ചു വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. കിരൺരാജ് എന്നോടൊപ്പം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എൻ്റെ ഒരു സഹോദരനെ പോലെ കാണുന്ന ആളാണ്. എനിക്ക് ഒരുപാട് സ്നേഹവും വാത്സല്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ചടങ്ങിൽ ഞാൻ വിളിച്ചപ്പോൾ തന്നെ കിരൺരാജ് ഓടിയെത്തിയത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മലയാള സിനിമ വന്നിട്ട് ഈ വരുന്ന ജനുവരി 20 വർഷമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് കാരണക്കാരൻ സിദ്ദീഖായിരുന്നു. അത് പറഞ്ഞാൽ ഫസ്റ്റ് ഫിലിം തസ്കരവിൻ എന്ന മമ്മൂക്ക പടമായിരുന്നു. അതിൽ ഞാൻ ദുബായ് ബിസിനസ് സമയത്ത് വന്ന് അഭിനയിച്ചതാണ്. ആ പടം കഴിഞ്ഞ് പടം അത്യാവശ്യം നല്ല ഹിറ്റായിരുന്നു. അതിൽ സിദ്ദീഖ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് മുമ്പേ പണ്ടേ പരിചയമുണ്ട്. എൻ്റെ കസിൻ്റെ ഷോപ്പിൽ വെച്ച് ഞാൻ കാണാറുണ്ടായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുമ്പോഴേ. അപ്പം ഞാൻ ആ പരിചയം പുതുക്കി. പക്ഷേ ഞാൻ ബാംഗ്ലൂർ ദുബായിൽ മോഡലിംഗ് ആയിരുന്നു. അപ്പോൾ ഈ തിരിച്ചു വന്നിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ വന്നു. 2 മാസം ഇവിടെ നാട്ടിൽ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ ബിസിനസ് കൂടി കിട്ടി. പിന്നെ ഒരു പണിയില്ലാതെ കൊച്ചി കൂടെ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ കസിൻ്റെ ഷോപ്പിൽ പോയപ്പോൾ സിദ്ദീഖ് അവിടെ സ്ഥലം വരുന്നതാണ്. നീ തിരിച്ചു പോയില്ലേ? ഇത്ര ലോങ് ഹെയർ ഒക്കെയാണ്. ഈ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ലുക്കിൽ ഞാൻ പറഞ്ഞു വെച്ചതാണ്. സിദ്ദീഖ് ആവശ്യം നീ തിരിച്ചു പോയില്ലേ? ഞാൻ പറഞ്ഞു അത് കൂട്ടിക്കെട്ടി ഞാൻ സിനിമ ട്രൈ ചെയ്യാൻ നല്ല കാര്യം അത്രേ പറഞ്ഞു. എന്നിട്ട് നെക്സ്റ്റ് ഡേ എൻ്റെ കസിൻ എന്നെ വിളിച്ചു പറയടാ നീ സിദ്ദീഖ് സാറിനെ വിളിക്കണം, നിന്നോട് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാൻ സിദ്ദീഖെ വിളിക്കുന്നു. പറഞ്ഞു നീ ഷാജി കലസിൽ പോയി കാണണം. പുള്ളി തേവരയിലെ ഒരു വൈറ്റ് വാട്ടർ സ്പാക്കിലുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറഞ്ഞു. അങ്ങനെ പോയി ചെയ്ത പടമാണ് തട്ടായിക്കാരൻ. അതിൽ സിദ്ദീഖിന്റെ അനിയനായിരുന്നു. അങ്ങനെ ക്യാരക്ടറായിരുന്നു മോനായി എന്ന ക്യാരക്ടർ. അതിനുശേഷം പിന്നെ മാടമ്പിന് സിനിമയിലും സിദ്ദീഖിയാണ് റെക്കമെൻഡ് ചെയ്തത്. ഇതുവരെ എന്താ പറയുക ഓൾമോസ്റ്റ് 20 years 130 പടം ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ എനിക്ക് ബ്രേക്ക് തന്നത് സിനിമയിൽ തന്നെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നത് സിദ്ദീഖ്. അതിന് ഒരുപാട് നന്ദി. ഇതാ ഞാൻ ചുമ്മാ മെസ്സേജ് അയച്ചത് വാട്സാപ്പിൽ അതിൻ്റെ അത് കണ്ടപ്പോൾ. അപ്പം എന്നോട് പറഞ്ഞു നീ എന്തായാലും വരണം. ഞാൻ വരും എന്ത് സംഭവിച്ചാൽ. എന്തായാലും കൂടുതൽ സംസാരിച്ച് കത്തിവെക്കുന്നില്ല. എല്ലാവർക്കും നല്ലതായിട്ട്. ലോക സംസ്ഥ സൂര്യഭവന്തു. ജയ് ഹിന്ദ്. താങ്ക് യു. വിനു മോഹൻ
ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നടനാണ്. എന്നോടൊപ്പം വളരെ കുറച്ച് ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. പക്ഷെ ഞാനുമായി വളരെയധികം ദൃഢമായൊരു ബന്ധം പുലർത്തുന്ന ഒരാളാണ്. അത് മറ്റൊരു കാരണം കൊണ്ടുകൊണ്ട് അറിയാമല്ലോ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ സായികുമാറിൻ്റെ അനന്തരവനാണ്. അപ്പോൾ അങ്ങനെയും ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അതിൽ തന്നെ ഒരുപാട് സന്തോഷമുണ്ടെങ്കിൽ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകാൻ സാധിച്ചത്. ഇക്കയുടെ കൂടെ ഞാൻ ആദ്യം പഠിക്കുന്നത് ചട്ടമ്പിനാടിലാണ് ആദ്യം പഠിക്കുന്നത്. പക്ഷെ അതിനേക്കാളും മുമ്പ് ഞാൻ മജിദിക്കയോട് അഭിനയിച്ചിട്ടുണ്ട്. സൈക്കിളിൽ എൻ്റെ രണ്ടാമത്തെ സിനിമയിൽ മജിദിക്കയോട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ശരിക്കും അന്ന് അത് കഴിഞ്ഞിട്ട് പുലിമുരുകൻ 3-4 സിനിമകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ പുലിമുരുകൻ ചെയ്തു, അതുകൊണ്ട് നാടകമുരുകൻ ചെയ്തു, അങ്ങനെ കുറേ സിനിമകൾ ചെയ്തു. പക്ഷെ എനിക്ക് കൂടുതലും അത് നമ്മൾ അന്ന് സംസാരിക്കും വളരെ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ തലമുറയിലുള്ള ആൾക്കാരുമായിട്ടും വളരെയധികം സൗഹൃദം ഇക്ക കാത്തു സൂക്ഷിക്കാറുണ്ട്. കാരണം എല്ലാവരുമായിട്ടും ആ ഒരു അടുപ്പം, ആ ഒരു കരുതൽ ഇക്കയുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞ വലിയൊരു അനുഗ്രഹമായിട്ടാണ് എപ്പോഴും ഞാൻ കാണേണ്ടത്. പിന്നെ ഇപ്പം ഇക്കയുടെ ഈ ബുക്കിനെ കുറിച്ച് പറയുമ്പം എനിക്ക് അതിശയോക്തിയില്ല. കാരണം നമ്മുടെ ഇപ്പം ഈ അസോസിയേഷൻ തുടങ്ങിയിട്ട് ഓരോരോ കാര്യങ്ങൾ എഴുതുമ്പം ഇക്ക വളരെ കൃത്യമായിട്ടാണ് അതിൽ ലെറ്ററുകൾ എഴുതുകയും അല്ലെങ്കിൽ നമ്മളിപ്പം ഓരോരോ പ്രോഗ്രാമിനായിട്ടുള്ള കൃത്യമായുള്ള കാര്യങ്ങൾ എഴുതി തരുന്നതൊക്കെയാണ്. അപ്പം ഇക്ക കറക്റ്റായിട്ട് അത് എഴുതി തരുമ്പോൾ തന്നെ അറിയാം ഇക്കയ്ക്ക് എത്രമാത്രം എഴുതാനുള്ള ഒരു കഴിവ്, അല്ലെങ്കിൽ എന്തുമാത്രം നന്നായിട്ടൊക്കെ എഴുതും എന്ന് മനസ്സിലാക്കാൻ അത് മാത്രം വായിച്ചാൽ മതി. കാരണം അത്രയും ചെറിയ വരികളിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ പുസ്തകവും വായിക്കാൻ സത്യം പറഞ്ഞാൽ പെട്ടെന്ന് വായിക്കണമെന്നുണ്ട്. ഞാൻ ഇവിടുന്ന് പോയിട്ട് എനിക്കിത് വായിക്കണം. കാരണം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്തൊക്കെ ആയിരിക്കാം, എങ്ങനെയാണ് ഇക്കയുടെ ജീവിതത്തിലൂടെ ഈ ബുക്ക് കടന്നു പോകുക എന്നുള്ളത്. അപ്പം ഒരുപാട് സന്തോഷമൊക്കെ വിളിച്ചതിന് വരാൻ സാധിച്ചിട്ട് ഇക്കയുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും. യെസ്, നമ്മളുടെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിന്റെ ഒരു മെമന്റോ സമ്മാനിക്കുകയാണ് നമ്മുടെ പബ്ലിക്കേഷൻ ആയിട്ടുള്ള ലിപി പബ്ലിക്കേഷന് വേണ്ടി. ഐ വെൽക്കം ലിപി അക്ബർ ഓൺ സ്റ്റേജ്. കൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള സുരേഷ് സാറിനെ കൂടി ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ് ടു ഹാൻഡ് ഓവർ ദിസ് മെമന്റോ. ഗംഭീര കൈയ്യടി കൊടുത്തോടെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. Let me invite Mrs. സുരേഷ് ലിപി അക്ബർ ഓൺ സ്റ്റേജ്. യെസ്, ഈ പ്രോഗ്രാമിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചിട്ടുള്ള സിദ്ദിഖയുടെ കൂടെ തന്നെ നല്ല കട്ടയ്ക്ക് നിന്നിട്ടുള്ള 2 പ്രിയപ്പെട്ടവരാണ് അക്ബർ സാറും അതുപോലെ തന്നെ സുരേഷ് സാറും. സോ അവരാണ് ഈ ഒരു ലിപി പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു മെമന്റോ പ്രിയപ്പെട്ട സിദ്ദിഖ് സാറിന് വേണ്ടി സമ്മാനിക്കുന്നത്. Yes, let me invite Royal Drive CMD, Mr. Mujib Rahman on stage.